ഹായ് സ്റ്റുഡൻസ്, ഫോർത്ത് മോഡ്യൂൾ ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ നോക്കി അതെല്ലാം പഠിച്ചു കാണുമല്ലോ. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആൻഡ് ക്രോസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഫംഗ്ഷൻ. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആൻഡ് ക്രോസ് സ്പെക്ട്രൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ളൊരു പോർഷനാണ്. കഴിഞ്ഞ തവണത്തെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബുക്കിൽ പഠിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. പക്ഷേ അത് ഇത്തിരി ടഫായിരുന്നു. അതുകൊണ്ട് കുറേ പേരൊന്നും ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോബ്ലംസ്, ഈ മോഡ്യൂളിലെ എല്ലാ പ്രോബ്ലംസും ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കുക. ഈ സെയിം പാറ്റേൺ തന്നെ എക്സാമിന് ചോദിക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. What is power spectral density? The power spectral density Sx omega of a continuous time random process x of t is defined as Sx of omega equal to integral minus infinity to infinity rxs of tau e raised to minus I omega tau d tau. അതായത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി Sx of omega equal to integral minus infinity to infinity rxs of tau e raised to minus I omega tau d tau. അങ്ങനെയാണെങ്കിൽ ആർ എക്സസ് ഓഫ് ടോ എന്തായിരിക്കും? ആർ എക്സസ് ഓഫ് ടോ ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് ഒമേഗ ഇ റേസ് ടു ഐ ഒമേഗ ടോ ഡി ഒമേഗ. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെച്ചിരിക്കുക. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഫൈൻഡ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ആർ എക്സസ് ഓഫ് ടോ ഫൈൻഡ് ചെയ്യാൻ ചോദിക്കും. പ്രോപ്പർട്ടീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ Sx of 0 ഈക്വൽ ടു Sx of 0 ആകുമ്പം ഇവിടെ ഒമേഗയ്ക്ക് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഒമേഗയ്ക്ക് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 അല്ലേ? ഇ റേസ് ടു 0 എന്താവും? 1 ആകും. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ എക്സസ് ഓഫ് ടോ ഡി ടോ. നെക്സ്റ്റ്, Sx of omega is real and Sx of omega is greater than or equal to 0. Xs of omegയുടെ വാല്യൂസ് ഓൾവേസ് റിയൽ ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ ഒരു തീഫില്ലേ? Sx of omega is even, that is Sx of minus omega equal to Sx of omega. Next is E of x square t ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ ടി. നിങ്ങൾക്ക് അറിയാലോ, നേരത്തെ പഠിച്ചത് തന്നെ. ആർ എക്സസ് ഓഫ് 0 ആണ് ഇ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി. ആർ എക്സസ് ഓഫ് 0 ആണ് ഇ ഓഫ് എക്സ് സ്ക്വയർ ടി. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ ടി എന്താണെന്ന് എഴുതാൻ പറ്റും? 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് ഒമേഗ ഡി ഒമേഗ. If x of t is a real WSS process, then the spectral density function Sx of omega and the autocorrelation function Rxs of tau form Fourier cosine transform. അത് നമുക്ക് പ്രൂഫ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? If x of t is a real WSS process. WSS process എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. WSS ആണെങ്കിൽ എന്തൊക്കെയായിരുന്നു? ഇ ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റൻറ്റും ആർ എക്സസ് ഓഫ് T1 T2 is a function of T1 minus T2 is process. Then the spectral density function Sx of omegയും autocorrelation function Rxs of tauയും എന്ത് ഫോം ചെയ്യും? ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം പെയർ. അതിൻ്റെ പ്രൂഫ് നമുക്ക് അടുത്ത ഉണ്ട്. അപ്പോൾ നോക്കാം. നെക്സ്റ്റ്, ക്രോസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി Sxy ഓഫ് ഒമേഗ. എക്സും വൈ രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിലാണ് ക്രോസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. Sxy of omega of two continuous random variable x of t and y of t is denoted as Sxy of omega equal to integral minus infinity to infinity rxy of tau e raised to minus I omega tau. നേരത്തെ rxx മാറി ഇവിടെ എന്താവും? rxy ആവും. അതുപോലെ rxy of tau ആകുമ്പം 1/2 integral minus infinity to infinity Sxy of omega e raised to I omega tau d omega. Okay, Sxy of omega is the cross power spectral density of x of t and y of t. Then Sxy of omega equal to Yx of omega. അതായത് ക്രോസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും എന്ത് ഫംഗ്ഷൻ ആണെന്ന്? ഈവൻ ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു Sx ഓഫ് ഒമേഗ എന്താണെന്ന് പറഞ്ഞത്? ഈവൻ ഫംഗ്ഷൻ. അതുപോലെ ക്രോസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഈവൻ ഫംഗ്ഷനാണ്. നെക്സ്റ്റ്, എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി ആർ ഓർത്തോഗണൽ. ഇഫ് എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും ഓർത്തോഗണൽ ആണെങ്കിൽ Sxy ഓഫ് ഒമേഗ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേഷനാണ്. ഇഫ് എക്സ് ഓഫ് ടി ഈസ് എ റിയൽ WSS പ്രോസസ്, ദെൻ പ്രൂവ് ദാറ്റ് Sx ഓഫ് ഒമേഗ ആൻഡ് ആർ എക്സസ് ഓഫ് ടോ ഫോം എ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം പെയർ.
ദാറ്റ് ഈസ് എസ് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ എക്സസ് ഓഫ് ടോ ഇ റേസ് ടു ഐ ഒമേഗ ടോ ഡി ടോ. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എസ് എക്സ് ഓഫ് ഒമേഗയെ എന്തിൻ്റെ ആർ എക്സസ് ഓഫ് ടോയുടെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമായിട്ട് ഡിനോട്ട് ചെയ്യാൻ പോകും. അപ്പം എസ് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ എക്സസ് ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടു ഡി ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ എക്സ് ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ എന്താ കോസ് ഒമേഗ ടോ മൈനസ് ഐ സൈൻ ഒമേഗ ടോ ഡി ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ എക്സസ് ഓഫ് ടോ കോസ് ഒമേഗ ടോ ഡി ടോ മൈനസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ എക്സസ് ഓഫ് ടോ സൈൻ ഒമേഗ ടോ ഡി ടോ. ഇനി നമുക്കറിയാം ആർ എക്സസ് ഓഫ് ടോ ഒരു ഈവൻ ഫംഗ്ഷനാണ്, കോസ് ഒമേഗ ടോ ഒരു ഈവൻ ഫംഗ്ഷനാണ്. ദെർഫോർ അതിൻ്റെ പ്രോഡക്റ്റും ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആർ എക്സസ് ഓഫ് ടോ കോസ് ഒമേഗ ടോ ഡി ടോ എന്ന് എഴുതാം. ഇവിടെ ആണെങ്കിൽ ആർ എക്സസ് ഓഫ് ടോ ഈവൻ ഫംഗ്ഷനാണ്, സൈൻ ഒമേഗ ടോ ഓഡ് ഫംഗ്ഷനാണ്. ഒരു ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് ഫംഗ്ഷനാണ്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഓഡ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. രണ്ട് സൈഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് 0 ആയിരിക്കും. അപ്പോൾ എന്തെന്ന് കിട്ടി? എസ് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് 0 ടു ഇൻഫിനിറ്റി ആർ എക്സസ് ഓഫ് ടോ കോസ് ഒമേഗ ടോ ഡി ടോ. Therefore എസ് എക്സ് ഓഫ് ഒമേഗ is a Fourier cosine transform of ആർ എക്സസ് ഓഫ് ടോ. ഇനി ഇതുപോലെ എന്ത് ചെയ്യണം? ആർ എക്സസ് ഓഫ് ടോയെ ഇതുപോലെ ചെയ്യണം. ആർ എക്സസ് ഓഫ് ടോയുടെ ഇക്വേഷൻ എന്താ? 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് ഒമേഗ ഇ റേസ് ടു ഐ ഒമേഗ ടോ ഡി ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടോ പ്ലസ് ഐ സൈൻ ഒമേഗ ടോ ഡി ഒമേഗ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് ഒമേഗ കോസ് ഒമേഗ ടോ ഡി ഒമേഗ പ്ലസ് 1/2 I into integral minus infinity to infinity sx of omega sin omega tau d omega. Sx of omega even function, cos omega tau even function, even into even. Therefore that is equal to 2 into 1/2 integral 0 to infinity sx of omega cos omega tau d omega plus ഇവിടെ sx of omega even function, sin omega tau odd function, even into odd. Therefore അതിൻ്റെ പ്രോഡക്റ്റ് അതിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി? 1/π ഇൻ്റഗ്രൽ മൈനസ് 0 ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് ഒമേഗ കോസ് ഒമേഗ ടോ ഡി ഒമേഗ. അപ്പോൾ ആർ എക്സസ് ഓഫ് ടോ എന്ന് പറയുന്ന ആരുടെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമായി? എസ് എക്സ് ഓഫ് ഒമേഗയുടെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമായി. ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇ റേസ് ടു ഐ ഒമേഗ ടോയെ കോസ് ഒമേഗ ടോ പ്ലസ് ഐ സൈൻ ഒമേഗ ടോ എന്നും, മറ്റേതാണെങ്കിൽ കോസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോയെ കോസ് ഒമേഗ ടോ മൈനസ് ഐ സൈൻ ഒമേഗ ടോ എന്ന് എഴുതും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷന് വരുവാണെങ്കിൽ 2 ഇൻറ്റു കൊടുക്കും. ഈവൻ ഇൻറ്റു ഓഡ് ആണെങ്കിൽ എന്തെന്ന് എഴുതും? 0 എന്ന് എഴുതും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The autocorrelation function of a WSS process, random process, is R of tau equal to alpha square e raised to minus 2 lambda mod tau. Determine the power spectral of the process. നമുക്ക് ഇതിൻ്റെ പവർ സ്പെക്ട്രലാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. പവർ സ്പെക്ട്രലിൻ്റെ ഇക്വേഷൻ എസ് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ എക്സസ് ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ എക്സസ് ഓഫ് ടോ ഇവിടെ തന്നിട്ടുണ്ട്. ആൽഫ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2 ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡ് ഉണ്ട് ഇവിടെ, ഇ റേസ് ടു 2 ലാംഡ മോഡ് ടോ ഉണ്ട് അവിടെ. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആൽഫ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2 ലാംഡ മോഡ് ടോ ഉണ്ട്. മോഡ് ടോ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ 0യെക്കാട്ടി ലെസ് ആണെങ്കിൽ മോഡ് ടോയുടെ വാല്യൂ മൈനസ് ടോയും, 0യെക്കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ മോഡ് ടോയുടെ വാല്യൂ എന്തായിരിക്കും? ടോയും ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ, ഇവിടെ നിന്ന് ആൽഫ സ്ക്വയർ കോൺസ്റ്റൻ്റ് എടുത്ത് ആൽഫ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്താ ഇ റേസ് ടു മൈനസ് 2 ലാംഡ മൈനസ് ടോ. മൈനസ് ഇൻഫിനിറ്റി ടു 0 ആണെങ്കിൽ മോഡ് ടോയുടെ വാല്യൂ മൈനസ് ടോ ആണ്ട് അവിടെ മൈനസ് ടോ. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 2 ലാംഡ ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0. ഇവിടെ എന്താവും? മൈനസ് 2 ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ 2 ലാംഡ മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മൈനസ് 2 ലാംഡ ടോ മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ദാറ്റ് ഈസ് ആൽഫ സ്ക്വയർ ഇൻറ്റു ഇവിടെ നിന്ന് എന്തെങ്കിലും കോമൺ എടുക്കാം?
ടോയിങ് ഔട്ട്സ് എടുക്കുമ്പോൾ എന്താവും 2π മൈനസ് ഐ ഒമേഗ. ഇവിടെ ടോ കോമൺ എടുക്കാം -2π മൈനസ് ഐ ഒമേഗ. ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും e2π മൈനസ് ഐ ഒമേഗ ടോ ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് ടോ. ഹിയർ കോഎഫിഷ്യൻറ്റ് ഓഫ് ടോ ഈസ് 2 ലാംഡ മൈനസ് ഐ ഒമേഗ പ്ലസ് e−i into 2 lambda plus i omega into tau by, here coefficient of tau is -2 lambda plus i omega. Limit 0 to infinity, ഇവിടെ -infinity to 0. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം നിങ്ങളുടെ ഫസ്റ്റ് ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ e0 ആവും, സെക്കൻഡ് ലിമിറ്റ് കൊടുക്കുമ്പോൾ e−infinity ആവും ബൈ 2π മൈനസ് ഐ ഒമേഗ. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e−infinity, ലോവർ ലിമിറ്റ് e0. e0 1 ആവും, e−infinity 0 ആവും. അപ്പോൾ ഇവിടെ എന്താ 1/2π മൈനസ് ഐ ഒമേഗ. ഇവിടെ e−infinity 0, e0 1. അപ്പം -1/-2π ഐ ഒമേഗ എന്ന് പറയാം. മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ എന്താവും 1/2π plus i omega, that is alpha square into 2π plus i omega plus ഇതിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2π plus i omega plus 2π minus i omega by a plus b into a minus b, a square minus b square, 2π square 2 lambda square minus i omega square, that is equal to i omega cancelled, 2π plus 2π 4π by a 4 lambda square minus i omega square, that is equal to alpha square into 4 lambda by 4 lambda square plus omega square. Okay. ഈ പ്രോബ്ലത്തിൽ ഇക്വേഷൻ കൊടുത്തിട്ട് മോഡ് ടോയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the power spectral density function of a WSS process is s of omega equal to 1 if mod omega less than omega 0, otherwise find the autocorrelation function. Okay. In the Rxs of tau equal to integral 1/2π integral -infinity to infinity sx of omega e raised to i omega tau d omega. Rxs of tau ആണ് ഇവിടെ ചോദിച്ചത്. sx of omega അല്ല, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി അല്ല, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ മൈനസ് വരില്ല, നിങ്ങൾ ആ ചേഞ്ച് നോക്കി വെച്ചിരിക്കണം. ഓട്ടോ കോറിലേഷൻ ആണെങ്കിൽ ഒരു 1/2πയും വരും, ഇവിടെ പോസിറ്റീവ് സൈനും ആയിരിക്കും. പവർ സ്പെക്ട്രൽ ആണെങ്കിൽ 1/2π ഇല്ല, അവിടെ നെഗറ്റീവ് സൈനും. അപ്പോൾ 1/2π നമുക്കിവിടെ എന്താ തന്നിരിക്കുന്ന ലിമിറ്റ്, മോഡ് ഒമേഗ ലെസ് ദാൻ ഒമേഗ 0, അതായത് ഒമേഗയുടെ വാല്യൂ എന്തിന് മോഡ് ഒമേഗ ലെസ് ദാൻ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ എന്താ -omega 0 ലെസ് ദാൻ ഒമേഗ, -omega 0 ലെസ് ദാൻ ഒമേഗ 0 എന്നാണ് വരുന്നത്. മോഡ് ഒമേഗ ലെസ് ദാൻ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് -omega 0 ലെസ് ദാൻ ഒമേഗ 0. ആ -omega 0യ്ക്കും ബിറ്റ്വീൻ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1ഉം ബാലൻസ് ഉള്ള പോയിൻറ്റ്സിലെല്ലാം എന്തായിരിക്കും 0യും ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ എഴുതാം 1/2π, ഇവിടെ നിന്ന് എവിടെ ഒരു വാല്യൂ ഉള്ളൂ -omega 0 to omega 0 sx of omega into e raised to i omega tau d omega, which is equal to 1/2π integral -omega 0 to omega 0 function are 1 into e raised to i omega tau d omega, that is 1/2π into e raised to i omega tau by i tau -omega 0 to omega 0. ആരൊക്കെ ക്യാൻസൽ ആവും, സോറി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 2π by i lambda tau into എന്താ e raised to i omega 0 tau minus e raised to -i omega 0 tau. അപ്പം എന്തായി, ഇവിടെ നമ്മൾ ഇത്രയും വെച്ചിട്ട് ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിത് e raised to i theta minus e raised to -i theta by 2i ഉണ്ടെങ്കിൽ അതിന് എന്തെന്ന് കൊടുക്കാൻ പറ്റും, സൈൻ ഒമേഗ 0 എന്ന് കൊടുക്കും. ഇവിടെ നമുക്ക് 2πi ഉണ്ട്, അതിൽ നിന്ന് 2i ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പം e raised to this minus this by 2i എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ 0 tau എന്ന് വരും. അപ്പം 2 sin omega 0 tau by -π tau. നമ്മൾ ഫസ്റ്റ് പഠിച്ച ക്വസ്റ്റ്യൻ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ പ്രോബ്ലം ആയിരുന്നു. ഇപ്പം പഠിച്ചത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the power spectrum of a WSS S of omega, ഇവിടെ S of omega തന്നിരിക്കുന്നത് equal to B by A into A minus mod omega if mod omega less than A, 0 if mod omega equal to 0. Find the auto correlation function. Okay, you know Rxs of tau equal to 1/2π integral -infinity to infinity sx of omega e raised to i omega tau d omega. ഇവിടെ എന്താണെങ്കിലും ഉള്ള വാല്യൂ mod omega less than A, mod omega less than A എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് എഴുതിയേക്ക്. mod omega less than A എന്ന് പറഞ്ഞാൽ എന്താവും -A less than omega less than A. അതിന് മാത്രമേ വാല്യൂ ഉള്ളൂ, ബാലൻസ് എല്ലാ വാല്യൂസ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ 1/2π integral -a to a b by a minus mod omega e raised to i omega tau d omega, that is equal to 1/2π b by a കോൺസ്റ്റൻറ്റ്. ഇതിനെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ,
ഇ റേസ് ടു ഐ ഒമേഗ ടോ എന്തെന്ന് എഴുതാം? നമുക്ക് നേരത്തെ ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്യാവേ. അപ്പം അതുകൊണ്ട് ഇവിടെ ഇ റേസ് ടു ഐ ഒമേഗ ടോയെ കോസ് ഒമേഗ ടോ പ്ലസ് ഐ സൈൻ ഒമേഗ ടോ എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി b/2 a × ഇൻ്റഗ്രൽ മൈനസ് a to a മൈനസ് മോഡ് ഒമേഗ, അത് ബ്രാക്കറ്റ് ഇടണം, a മൈനസ് മോഡ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടോ പ്ലസ് ഐ ഇൻറ്റു a മൈനസ് മോഡ് ഒമേഗ ടോ ഇൻറ്റു സൈൻ ഒമേഗ ടോ ഡി ഒമേഗ. ബ്രാക്കറ്റിൽ ഇട്ടിരിക്കണേ അത്. a മൈനസ് മോഡ് ഒമേഗ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്, കോസ് ഒമേഗ ടോ ഈവൻ ഫംഗ്ഷനാണ്, ഈവൻ ഇൻറ്റു ഈവൻ ആവും. അപ്പം അത് ഇൻ്റഗ്രലിനെ 2 × ഇൻ്റഗ്രൽ 0 to a മൈനസ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് മോഡ് ഒമേഗ എന്താണെന്ന് എഴുതാം? ഒമേഗ കോസ് ഒമേഗ ടോ ഡി ഒമേഗ. അടുത്ത a മൈനസ് മോഡ് ഒമേഗ ഈവൻ ഫംഗ്ഷൻ, സൈൻ ഒമേഗ ടോ ഓഡ് ഫംഗ്ഷൻ. എന്താ ഓഡ് ഫംഗ്ഷൻ? അപ്പം ഈവൻ ഇൻറ്റു ഓടാവും. അപ്പം ഇൻ്റഗ്രൽ എന്താവും? 0 ആവും. ഇവിടെ എന്താ a മൈനസ് ഒമേഗ എഴുതുന്നത് മനസ്സിലായോ? ഇവിടെ എന്താ വന്നിരുന്നത്? a മൈനസ് മോഡ് ഒമേഗയാണ്. അത് ഇവിടെ നിന്ന് എവിടെ വരെ ആവും? 2 × ഇൻ്റഗ്രൽ 0 to a ആകുമ്പോൾ അതിന് എന്താണെന്ന് എഴുതാം? a മൈനസ് ഒമേഗ. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, a മൈനസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടോ ബൈ ടോ ലിമിറ്റ് 0 to a മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് a മൈനസ് ഒമേഗയുടെ ഡെറിവേറ്റീവ്, എയുടെ ഡെറിവേറ്റീവ് 0, ഒമേഗയുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ 0 മൈനസ് 1 ഇൻറ്റു സൈൻ ഒമേഗ ടോയുടെ ഇൻ്റഗ്രൽ എന്ത് വരും? മൈനസ് കോസ് ഒമേഗ ടോ ബൈ ടോ സ്ക്വയർ ലിമിറ്റ് 0 to a b/πa a മൈനസ് ഒമേഗ ഇൻറ്റു അപ്പർ ലിമിറ്റ് സൈൻ a ടോ മൈനസ് സൈൻ 0 ബൈ ടോ മൈനസ് ഇവിടെ എന്താവും? ഈ മൈനസ് മൈനസ് പ്ലസ് ആവും, പിന്നെ ഒരു മൈനസ് കൂടെ മൈനസ് കോസ് a ടോ മൈനസ് കോസ് 0 ബൈ ടോ സ്ക്വയർ b/πa a മൈനസ് ഒമേഗ. ഒമേഗ ഇവിടെ എന്തുവാ? ലിമിറ്റ് കൊടുക്കുമ്പോഴേ ഇവിടെ a ഒമേഗ അല്ല, ഇവിടെ 0 a ആണ് അപ്പം ലിമിറ്റ് കൊടുക്കുമ്പോൾ. മൈനസ് ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? a മൈനസ് a അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ a മൈനസ് a സൈൻ a ടോ ബൈ ടോ മൈനസ് കോസ് a ടോ ബൈ ടോ സ്ക്വയർ. സൈൻ 0 ആവുന്നതുകൊണ്ട് സെക്കൻഡ് ടൈമിൻ്റെ ഇവിടെ 0 ആവുന്നത്. നിങ്ങൾ ഇവിടെ കറക്റ്റ് ചെയ്ത് എഴുതിക്കോണേ. b/πa ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം a മൈനസ് a സൈൻ a ടോ ബൈ ടോ മൈനസ് ഇവിടെ 0 കൊടുക്കുമ്പം a മൈനസ് ഇവിടെ ഒരു a കൊടുത്തേക്കണേ, a ഇൻറ്റു സൈൻ 0 മൈനസ് നിങ്ങൾ ലിമിറ്റ് കറക്റ്റായിട്ട് നോക്കിയും കൊടുത്തിരുന്നാൽ മതി. അപ്പം ആദ്യത്തെ ടേമിനകത്ത് ആദ്യത്തെ ടേമിൽ a മൈനസ് a എന്താവും? 0 ആവും, ആ ടൈം പോവും. അടുത്തതും സൈൻ 0 ആവും. ഈ ടേംസ് മാത്രമേ വരത്തുള്ളൂ. കോസ് a ടോ എന്ന് പറയുന്നത് എന്താവും? കോസ് a ടോ കോസ് 0 1 ആവും. ഇതും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തിട്ടും? b/πa ടോ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് a ടോ b/πa ടോ സ്ക്വയർ 2 ഇതെന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് a ടോ എന്ന് എഴുതാം. 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ 2 സൈൻ സ്ക്വയർ ഉണ്ട് ഇവിടെ, സൈൻ സ്ക്വയർ a ടോ ബൈ 2. ആ പ്രോബ്ലത്തിലെ കറക്ഷൻ മനസ്സിലായോ? ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം ഇതിനകത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ a മൈനസ് a അപ്പർ ലിമിറ്റ് ഒമേഗയ്ക്കാണ് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ a മൈനസ് a എന്താവും? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 0 ആവും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം a മൈനസ് 0 a വരും. ഇവിടെ ഒമേഗയ്ക്ക് 0 കൊടുക്കുമ്പോൾ സൈൻ 0 ആയിപ്പോൾ, അതുകൊണ്ട് ഫസ്റ്റ് ടൈം ക്യാൻസൽ ആയിപ്പോകുന്നു. ഓക്കെ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, സൈൻ സ്ക്വയർ എന്നുണ്ട്, ചേഞ്ച് ചെയ്തോണേ അത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. ഫൈൻഡ് ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ WSS. ഇറ്റ്സ് ഓട്ടോ കോറിലേഷൻ R of tau equal to 1 minus mod tau by tau for mod tau less than t. mod tau by t ആണ് for 0 for t tau greater than t. അപ്പം RXS of tau XX of omega equation that is equal to integral minus infinity to infinity 1 minus mod tau by t. അത് ബ്രാക്കറ്റ് ഇടണം. e raised to minus i omega tau d tau that is equal to എവിടെ നിന്ന്? mod tau ലെസ് ദാൻ ടിക്ക് ഉള്ളൂ. അപ്പോൾ മൈനസ് t to t 1 മൈനസ് mod tau by t e raised to minus i omega tau d tau. അവിടെ ബ്രാക്കറ്റ് ഇടണം. ഇതിൻ്റെ മൈനസ് t to t 1 മൈനസ് mod tau by t e raised to i omega tau cos omega tau minus i sin omega tau d tau that is equal to integral minus t to t 1 minus mod tau by t cos omega tau d tau minus i into minus t to t 1 minus mod tau by t sin omega tau d tau. ഇതെന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ, ഇത് ഈവൻ ഫംഗ്ഷൻ, പ്രോഡക്റ്റ് ഈവൻ, therefore 2 into integral 0 to t 1 minus mod tau by t cos omega tau d tau എന്ന് എഴുതാം. ഇവിടെ ആകുമ്പോൾ എന്ത് വരും? ഈവൻ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ, പ്രോഡക്റ്റ് ഓഡ്, therefore ആ ഇൻ്റഗ്രൽ 0 ആവും. ഇതിനെ എന്തെന്ന് എഴുതി?
ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഫംഗ്ഷൻ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ, എ മൈനസ് അതിൻ്റെ പോലെ തന്നെ എന്താവും അവിടെ, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 മൈനസ് ടോ ബൈ ടി ഇൻറ്റു കോസ് ഒമേഗ ടോ എടുത്ത് സൈൻ ഒമേഗ ടോ ബൈ ഒമേഗ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ടോ ബൈ ടി ഇടത് 1 ബൈ ടി കോസ് ഒമേഗ ടോ ബൈ ഒമേഗ സ്ക്വയർ 0 ടു ടി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സെയിം ആസ് എബോവ് പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ 1 മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ സ്ക്വയർ നമ്മൾ 2 സൈൻ സ്ക്വയർ ഒമേഗ 2 ബൈ 2 എന്ന് കൊടുത്തു. ഓക്കെ, ചെയ്യാമല്ലോ. Okay, next question. Given Sx of omega equal to 1 by 4 plus omega square, find the average power of the process. Very very important question ആണ്. ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ ആർ എക്സസ് ഓഫ് 0 ആണ് എന്തെന്ന് പറയുന്നത് ആവറേജ് പവർ. ഓട്ടോ കോറിലേഷൻ്റെ വാല്യൂ അറ്റ് 0, ആർ എക്സസ് ഓഫ് 0 ഈസ് ആവറേജ് പവർ. അപ്പോൾ ആർ എക്സസ് ഓഫ് ഇക്വേഷൻ അറിയാം, ഇൻ്റഗ്രൽ 1/2 ബൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Sx of omega e raised to I omega to d omega. ഇവിടെ എന്താവും, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക് 0 കൊടുത്ത് ടോയ്ക്ക് 0 എടുക്കും. അപ്പം ഇ റേസ് ടു ഐ ഒമേഗയുടെ വാല്യൂ എന്താവും 0 ആവും. അപ്പം എന്താവും 1/2 ബൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി 1/4 പ്ലസ് ഒമേഗ സ്ക്വയർ ഇ റേസ് ടു 0. അപ്പം 1/4 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻ്റഗ്രൽ എന്താവും 1/a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ. അപ്പം 2π ഇത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ നമുക്ക് എന്തെന്ന് എഴുതാം, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എങ്ങനെ എഴുതാം 1/2 ഇൻറ്റു എക്സ് ബൈ എ അല്ലയോ, 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പം 1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ 2 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി, ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി π/2 വരും, ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി മൈനസ് π/2 വരും. അപ്പോൾ π/2 പ്ലസ് π/2 എന്തായി 1/4. അത്രയേ ഉള്ളൂ. ഇവിടെ ഇൻ്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ 1/a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2. ഓക്കെ, അത്രയും പ്രോബ്ലംസ് നിങ്ങളിപ്പം ചെയ്യുക. ഓക്കെ, ഇത് ഇത്രയും ചെയ്ത് പഠിക്കുക. നമുക്ക് 2-3 പ്രോബ്ലംസും കൂടെ ചെയ്യാനുണ്ട്. ഇത് ഇത്രയും പഠിക്കുക. ഏകദേശം ഈ മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണിത്. ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഡൗട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ എടുക്കാം. ഓക്കെ, താങ്ക്സ്.